ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ആട് 1, 2, 3 ആട് 3 കണ്ടിട്ട് വന്ന് നിൽക്കുകയാണ്. അപ്പം ആട് 3നെ കുറിച്ചുള്ള ചെറിയ റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ആട് 1ന്റെയും ആട് 2ന്റെയും പാരമ്പര്യം കാത്തൊരു പടം തിയേറ്ററിനെ ഇളക്കി മറിച്ചിട്ടുണ്ട്. ഞാനും കൊച്ചും കൂടെ പോയത്. ഇപ്പൊ കൊച്ചു വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ പറയണേ, ആട് 3 തിയേറ്ററിനെ ഇളക്കി മറിച്ചിട്ടുണ്ട്. ശരിക്കും ഇതൊരു ടൈം ട്രാവൽ മൂവി ആണെങ്കിലും നമ്മുടെ ഷാജി പാപ്പനെയും സാത്താൻ സേവറിനെയൊക്കെ അവരായിട്ട് തന്നെ കാണിക്കുന്ന സീൻസൊക്കെ മാരകായിരുന്നു. തിയേറ്റർ ഇളകി മറിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഇൻട്രോ, സാത്താൻ സേവിയറിന്റെയും ഇൻട്രോയും ഡൂഡിന്റെ ഇൻട്രോയും, രണ്ട് ഇൻട്രോയും ഒന്നും പറയാനല്ല, അത് അങ്ങേയറ്റം വേറെ ലെവലായിരുന്നു. പിന്നെ സർബത്ത് ഷമീർ, ഈ 3 പേരുടെ ഇൻട്രോ ഒരു രക്ഷയിലാണ്. അതിൽ ഡൂഡിന്റെ ഇൻട്രോ ആണ് ഏറ്റവും പൊളിച്ചത്. പറയുകയാണെങ്കിൽ ഷാജി പാപ്പിന്റെ ഇൻട്രോയേക്കാളും കൂടുതൽ മാസമായി പോയത് ഇവരുടെ ഇൻട്രോ ആണ്. പിന്നെ പടം പഴയകാലം കാണിക്കണ്ടേ, പഴയകാലം നമുക്ക് ചെറുതായിട്ടൊരു എന്താന്ന് പറയാ, ഒരു ചെറിയൊരു ലാഗ് പോലെ ഫീൽ ചെയ്യെങ്കിലും അതിൽ നിന്ന് സ്വിച്ച് ചെയ്ത് പുതിയ കാലത്തിലേക്ക് ഒരു പാപ്പനൊക്കെ ആയിട്ട് തന്നെ കാണിക്കുന്ന ഒരു കുറച്ച് സീൻസ് ഉണ്ടല്ലോ, അത് വേറെ ലെവലായിരുന്നു. നമ്മൾ തിയേറ്ററിൽ ഇങ്ങനെ പിടിച്ച് കുലുക്കി ഇരുത്തുന്ന സീൻസ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ പടം കൊണ്ട് നിർത്തിയേക്കുന്നത് ഒരു വല്ലാത്ത രീതിയിലാണ് നിർത്തിയേക്കുന്നത്. അതായത് നമ്മളിങ്ങനെ ആട് 3യുടെ തന്നെ പാർട്ട് 2 ഉണ്ടെന്നാ പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി ശരിക്കും നമ്മളെ എക്സൈറ്റ് ആയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കും. ശരിക്കും തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇതിവിടെ നിർത്തണ്ടായിരുന്നു എന്നൊരു തോന്നലാ വന്നെ. അതുപോലെ തിയേറ്ററിനെ ഇളക്കി മറിച്ച് അടിച്ച് പൊളിച്ച് കോമഡി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ 1ഉം 2ലെയും അതേ കോമഡി തന്നെ 3ലും അവർ നിലനിർത്തിയിട്ടുണ്ട്. ഇതിൽ 3ൽ ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ എനിക്ക് ആട് 1 ആണ് പേഴ്സണലി എന്റെ ഫേവറേറ്റ്. ബട്ട് 3 അടിപൊളിയാണ്, 2ഉം 3ഉം ഒക്കെ അടിപൊളിയാണ്. അപ്പൊ ആടിന്റെ ലെഗസി കാത്തോണ്ട് തന്നെ 3യുടെ ഫസ്റ്റ് പാർട്ട് ഇറങ്ങിയേക്കണേ. പടം കിടിലിനാണ്, വേറെ ഒന്നും പറയാനില്ല. ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണണം. കാരണം ആ എക്സ്പീരിയൻസ്, ആ ക്രൗഡിന്റെ ഇടയിൽ ഇരുന്നുള്ള ആ എക്സ്പീരിയൻസ് നമ്മൾ അറിയണം. അപ്പൊ നിങ്ങൾക്ക് ടിക്കറ്റ് എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്തോ, കാരണം കിട്ടാനില്ല. എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്തോ, തിയേറ്ററിലേക്ക് പോക്കോ. അപ്പൊ അത്രയേ ഉള്ളൂ. പടം കാണുക, നമ്മളെയും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ നിങ്ങളുടെ അഭിപ്രായം വീഡിയോയിൽ പറയാം. അപ്പൊ അത്രയേ ഉള്ളൂ. ബൈ.